കേസെടുത്തിട്ടുണ്ട്. അശ്രദ്ധമായിട്ട് കപ്പൽ ഓടിച്ച് അപകടം വരുത്തി എന്നുള്ള രീതിയിൽ മരണത്തിനിടയാക്കിയ ആ രീതിയിലുള്ള കേസുകളാണ് എടുത്തിട്ടുള്ളത്. അതെ അതെ, അത് കൂടുതലായിട്ട് പരിശോധിക്കേണ്ടതുണ്ട്. അതിനുശേഷം ഒരു ഇതുപോലെ പറയാനുണ്ട്. ഇല്ല, കപ്പൽ സംഭവം ഉണ്ടായത് തന്നെ കപ്പലുകാർ തന്നെ കോസ്റ്റ് ഗാർഡിനെയൊക്കെ അറിയിച്ചിട്ടുണ്ട്. അവർ തന്നെ റെസ്ക്യൂ ഓപ്പറേഷൻസ് തുടങ്ങിയിട്ടുണ്ട്. കപ്പൽ കസ്റ്റഡിയിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. പോർട്ടിൽ കസ്റ്റഡിയിൽ വയ്ക്കും. നരഹത്യയല്ല, 304A IPC പ്രകാരമുള്ള അതുണ്ട്. പിന്നെ 280, 337 IPC ഈ വകുപ്പുകൾ പ്രകാരമുള്ള കേസുകളാണ്. അവർ 4 പേരെ ചാവക്കാട് ഒരു ഹോസ്പിറ്റലിലായിരുന്നു ആക്കിയിട്ടുണ്ടായിരുന്നത്. അവർ CT സ്കാനും ചെയ്യൊക്കെ ചെയ്യാനായിട്ട്. ഒരു അധികം വലിയ ഗൗരവമുള്ള പരിക്കുകളൊന്നുമില്ല. ഉടനെ അവിടുന്ന് ഡിസ്ചാർജ് ആവും. മത്സ്യത്തൊഴിലാളികൾ നേരത്തെ പറഞ്ഞത് അവിടെ എത്തിയ സമയത്ത് കോസ്റ്റൽ പോലീസ് വെള്ളത്തിലിറങ്ങാനോ തയ്യാറായില്ല എന്ന് പറയുന്നത്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? നമ്മൾ അവിടെ എത്തുന്ന സമയത്ത് തന്നെ ഓൾറെഡി റെസ്ക്യൂ ഓപ്പറേഷൻസ് തുടങ്ങിയിട്ടുണ്ട്. മറ്റ് പൊന്നാനി, അഴീക്കോട് ഫിഷിംഗ്, മറ്റേ ഫിഷറീസിൻ്റെ ബോട്ടുകളുണ്ട്. പൊന്നാനി കോസ്റ്റൽ പോലീസിൻ്റെ ബോട്ടുകളുണ്ട്. എല്ലാ കാര്യം കൃത്യമായിട്ട് മത്സ്യത്തൊഴിലാളികൾ ഓൾറെഡി സേഫായിട്ട് കപ്പലിൽ തന്നെ റെസ്ക്യൂ ചെയ്ത് നിർത്തിയിട്ടുണ്ട്. കപ്പല് ലക്ഷദ്വീപ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഹയർ ചെയ്ത കപ്പലാണെന്നാണ് അറിയുന്നത്. യൂണിയൻ ടെറിട്ടറിയുടെ കീഴിൽ വരുന്ന എന്നാണ് അറിയുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് വരുന്നത്. അതെ അതെ അതെ.